മല്ല തേജസ്വി യാദവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2020 കാരണം ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ അന്ന് തേജസ്വി നൽകിയതാണ്. തേജസ്വിക്ക് അത്തരത്തിലൊരു സ്വീകാര്യത ഇത്തവണ ലഭിച്ചില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. കാരണം അന്നും തേജസ്വി നൽകിയിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു 10 ലക്ഷം പേർക്ക് തൊഴിൽ എന്നത്. അന്ന് തേജസ്വിയെ ജനം സ്വീകരിച്ചു. അത് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ 75 സീറ്റ് എന്ന കണക്കിലേക്ക് എത്താൻ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ RJD 75 സീറ്റുകളെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അന്ന് അധികാരത്തിലെത്താൻ കഴിയാതെ പോയത് കോൺഗ്രസിന്റെ മോശം പ്രകടനമായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയായിരുന്നില്ല സാഹചര്യം. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ബീഹാറിന്റെ ചരിത്രത്തിൽ 1951 ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും റെക്കോർഡ് പോളിംഗ് നടന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഏതാണ്ട് 67% ഇത്തവണത്തെ പോളിംഗ്. അത് സമീപകാലത്ത് എന്നല്ല, ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് ആണ്. അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരെടുത്താൽ 72% അടുത്ത് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ വലിയ പങ്കാളിത്തമുള്ള തെരഞ്ഞെടുപ്പ്, സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ ഒന്നടങ്കം വോട്ടുകൾ സമാഹരിക്കാൻ NDAക്ക് കഴിഞ്ഞു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ. അതിൽ സർക്കാർ നടപ്പാക്കിയ നേരത്തെ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ, ഒപ്പം തന്നെ നടപ്പാക്കിയ കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതാണ്ട് 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തുന്ന ഏതാണ്ട് 1.25 കോടി വനിതകളുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയാണ് ബീഹാറിലെ 90%. മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 243-ൽ 223 ഗ്രാമീണ മണ്ഡലങ്ങളാണ്. സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ കയ്യിലേക്കാണ് 10,000 രൂപ എത്തുന്നത്. അവർക്ക് സ്വാഭാവികമായും ചെറിയ വരുമാന മാർഗം അതുവഴി കണ്ടെത്താൻ കഴിയും. പശുവിനെ വാങ്ങിയവരുണ്ട്, ആടിനെ വാങ്ങിയവരുണ്ട്. അപ്പോൾ ആ വോട്ടുകളൊക്കെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു. കൂടാതെ നിതീഷ് കുമാറിന് സ്വന്തമായ ഒരു വോട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. EBC എന്ന് പറയുന്ന ഏതാണ്ട് 36% വരുന്ന വോട്ടുകൾ, അത് നിതീഷ് കുമാർ ഒരു കോർ വോട്ട് ബാങ്ക് ആയി കൊണ്ടു നടക്കുന്നതാണ്. ഇത് കൂടാതെ സഖ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അവിടെയാണ് ചിരാഗ് പാസ്വാന്റെ പാസ്വാൻ കമ്മ്യൂണിറ്റി 6% വരുന്ന വോട്ട്. ദളിത് വോട്ടുകൾക്കായി HAM, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി വരുന്നുണ്ട്. കുശ്വാഹ വിഭാഗത്തിന് ഏതാണ്ട് 5-6% വോട്ട്. കുശ്വാഹയെ മുന്നണിയുടെ ഭാഗമാക്കും. മതവും രാഷ്ട്രീയവും, അതായത് ബീഹാറിലെ ജാതി വോട്ടുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടർ MS വേണുഗോപാൽ, അതോടൊപ്പം തന്നെ മിഥുൻ വിജയകുമാർ, രണ്ടുപേരും അതിഥികളായി ഈ സമയം ചേരുന്നുണ്ട്. വേണുഗോപാൽ സാർ, ഇവിടെ ഇതാ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തകിടം മറയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക്, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക്, നിതീഷിനെ ഒരിക്കൽ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് എങ്ങനെയായിരിക്കാം ബീഹാർ എത്തപ്പെട്ടത്? ബീഹാർ എത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം തേജസ്വിയെ കോൺഗ്രസ് തേച്ചു എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണമാണ് ഇതിൽ ഇത്രയും വലിയ പരാജയമുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം. കോൺഗ്രസിൻ്റെ തെറ്റായ സമയത്ത് എടുത്ത തെറ്റായ മുദ്രാവാക്യം. ഒരു ഇലക്ഷന് മുമ്പ് വോട്ടുകൊള്ള എന്നത് തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വോട്ട് ചോരി തെറ്റായിപ്പോയി. അത് കഴിഞ്ഞിട്ട് SIRനെ പറഞ്ഞുകൊണ്ട് വീണ്ടും നിന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നാം ഘട്ട ഇലക്ഷന് മുമ്പായിട്ട് ഹരിയാനയിലെ വോട്ട് ചോരി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് SIRലും അപാകതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ എന്താണ് ചിന്തിക്കുന്നത്? അയാൾ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് കിട്ടും, ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് കിട്ടും, ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ച് വോട്ടിങ്ങിന് പോകുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുദ്രാവാക്യം ഉയർത്തിയത് തേജസ്വി തന്നെ പറഞ്ഞു. ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതെ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് റാലികളിലടക്കം ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പൂർണ്ണമായും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തേജസ്വി യാദവ് തയ്യാറായിരുന്നില്ല. അത് ബീഹാറിന്റെ പൾസ് കുറച്ചുകൂടി തേജസ്വി യാദവിന് മനസ്സിലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും താഴെത്തട്ടിൽ തേജസ്വി യാദവ് തൻ്റെ RJD എന്ന പാർട്ടി വളരെയധികം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയായിരുന്നു. BJPയെ പോലെ തന്നെ, അല്ലെങ്കിൽ JDUവിനെ പോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു RJD. അതുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ പൾസ് അറിയാം. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിതീഷ് ബാബുവിൽ നിന്ന് എന്താണ് ജനങ്ങൾക്ക് കിട്ടിയിരുന്നത്, അതിൽ അവർ എത്രത്തോളം തൃപ്തരാണ്, അതിനെ മാറ്റിമറിക്കാൻ വേറെ എന്താണ് നമ്മൾ മുദ്രാവാക്യം ഇടേണ്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസം RJDക്കുണ്ടായിരുന്നു, തേജസ്വിക്കുണ്ടായിരുന്നു. ആ കണക്കുകൂട്ടലെ തെറ്റിച്ചത് പ്രധാനമായും കോൺഗ്രസ്സാണ്. അവസാനം കോൺഗ്രസിനെ ഇല്ലാതെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് കോൺഗ്രസ് ഒതുങ്ങി വന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം, ശ്രീ മിഥുൻ വിജയകുമാർ. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയി എന്നതായിരുന്നു അവിടെ ഒരു അധികാര ഘടനയെ മാറ്റിമറിച്ചത് എന്നത് നമുക്കെല്ലാം അറിയാം. ഇനിയൊരു തിരിച്ചുവരവിൻ്റെ സമയമായിരുന്നു. അതിനുവേണ്ടിയുള്ള
ശ്രമമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നത്. പക്ഷേ വേണുഗോപാൽ സാർ പറയുന്നത് RJDയെ കോൺഗ്രസ് തേച്ചു എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നോക്കൂ, കോൺഗ്രസ് എല്ലാ കാലത്തും ഈ ഒരു പരിക്ക് പറ്റിയ പോരാളിയെ പോലെയായിരുന്നു RJDക്ക്. അവരവരുടെ ഷോൾഡറിൽ ഇവരെയും പേറി നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇവര് ഏകദേശം ഒരു 70 സീറ്റുകളിലെങ്ങാനും മത്സരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഫീൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ കാൻഡിഡേറ്റ്സ് വളരെ വീക്കായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ RJDക്ക് ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പല ക്യാമ്പയിൻസും ചീറ്റിപ്പോയി എന്ന് തന്നെ പറയണം. കാരണം ബീഹാർ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവന്ന ഹരിയാന ഇഷ്യൂ അല്ലെങ്കിൽ ഹരിയാന വോട്ടർ ഇഷ്യൂ ഒക്കെ കൊണ്ടുവന്നിട്ട് വലിയ കോളിളക്കം സൃഷ്ടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഫെയിലായി. ഈ പറയുന്ന പോലെ വോട്ടാരോപണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മാത്രമല്ല, നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാർ ഏത് ഭാഗത്ത് നിൽക്കുന്നു ആ ഭാഗം ജയിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ബീഹാറിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിതീഷ് കുമാറെ സംബന്ധിച്ച് ഇതൊരു ഫെയർവെൽ ഇലക്ഷൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇലക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ക്യാമ്പയിൻ ചെയ്യുന്ന പലരോടും ചോദിച്ചു ആ ഒരു സെന്റിമെന്റ് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് വലിയൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സെന്റിമെന്റ് ശരിക്കും വർക്കായി തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെ ഒവൈസി ആക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നു. ഒവൈസി ക്യാമ്പയിൻ ചെയ്യുന്ന ആർക്കെതിരെയാണ്? RJDക്കെതിരെ തന്നെയാണ്. കാരണം മിഥുൻ, തീർച്ചയായും നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് മിഥുൻ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് മിഥുനും വേണുഗോപാൽ സാറും സൂചിപ്പിച്ച ഒരു കാര്യം എന്നത് പ്രധാനപ്പെട്ടത് ബീഹാറിന് വിശ്വാസത്തിൽ എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രേക്ഷകരെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബോംബായിരുന്നു രാഹുൽ ഗാന്ധി പൊട്ടിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് വലിയ തോതിലുള്ള വോട്ടുകൊള്ള ആരോപണം ആയിരുന്നു രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഉന്നയിച്ചത്. BJPക്ക് ജയിക്കാൻ അനുകൂലമാകുന്ന തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തുന്നു. ഒരേ കുടുംബത്തിൽ തന്നെ അംഗങ്ങളല്ലാത്ത നിരവധിയായ ആളുകളെ കൂട്ടിച്ചേർക്കുന്നു. പുറത്തുനിന്നുള്ള ആളുകളെ അടക്കം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ BJP കൃത്രിമമായി വിജയം സൃഷ്ടിച്ചെടുക്കുന്നു. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനാനുവാദം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം എന്നത്. അതിനുശേഷമാണ് ബീഹാറിൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടന്നത്. ഇപ്പോഴിതാ കേരളത്തിലും ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്. അതിന് തിരികൊളുത്തിയത് രാഹുൽ ഗാന്ധി ആയിരുന്നു. അത് വസ്തുതാപരമായ ആരോപണം എന്ന നിലയിൽ തന്നെ ചില ഡേറ്റകളുടെ ആധികാരികമായ അടിസ്ഥാനത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. അതുമാത്രവുമല്ല, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം ഇത് വലിയ തോതിൽ പ്രതിഫലനമുണ്ടാക്കും. ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളോട് സമ്മതിച്ചപ്പോൾ അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. അത് സഫലമായില്ല എന്നാണ് ഞങ്ങളുടെ രണ്ട് അതിഥികളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ പ്രതികരണം എത്രത്തോളം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ പ്രതികരണത്തോട് മാജിക് വാൾ യോജിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളുടെ ഡേറ്റയാണ് നമുക്ക് ഈ മാജിക് വാളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട സ്വാധീന ഘടകങ്ങളാണ് ഈ കാണുന്നത്. അതിൽ പല സ്വാധീന ഘടകങ്ങളുണ്ട്. റൂറൽ മേഖല എങ്ങനെ പ്രതികരിച്ചു, അർബൻ മേഖല എങ്ങനെ പ്രതികരിച്ചു, ഫേസ് 1ഉം ഫേസ് 2ഉം ആർക്ക് അനുകൂലമായിരുന്നു എന്നതുൾപ്പെടെയുള്ള ഡേറ്റകളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്.